ഗൾഫിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. നിലവിൽ 10-ലധികം രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിച്ചു. സൗദി ഇറാൻ ക്രൂരമായി ആക്രമിച്ചു. നിരപരാധികളും സിവിലിയന്മാരും അറബികളും സൗദിയിൽ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിനിടെ ആയത്തുള്ള ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ സുപ്രീം ലീഡറും ആത്മീയ നേതാവുമായി ചുമതലയേറ്റു. ഖമേനിയുടെ നീളം പ്രതിരൂപവുമാണ് മുജ്തബ. കാരണം അധികാരം ഏറ്റെടുത്ത ഉടൻ അദ്ദേഹം ചെയ്തത് ഇസ്രായേലിലേക്ക് മിസൈലുകളുടെ ഒരു തിരമാല അയക്കുകയായിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ പ്രസ്താവന ഇങ്ങനെ: ഇറാനിലെ പുതിയ ഭരണാധികാരിക്കും ഉദ്യോഗസ്ഥർക്കും ഒളിച്ചിരിക്കാൻ ഇറാനിൽ സുരക്ഷിതമായ ഒരിടവും ഉണ്ടാവില്ല എന്നാണ്. ഇറാന്റെ പുതിയ ഭരണാധികാരിയെ ഖമേനിയുടെ പ്രിയപുത്രൻ വന്നതിനോട് ട്രംപിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അധികകാലം തുടരാനാകില്ല എന്ന ആശംസയാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയത്. എന്തായാലും ഒരു രാജ്യത്ത് പുതിയ ഭരണാധികാരി അധികാരമേൽക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ആശംസ അറിയിക്കാറുണ്ട്. ഇറാന്റെ പുതിയ നേതാവ് മുജ്തബയ്ക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ഉന്മൂലന ഭീഷണി തന്നെയാണ് മുഴക്കിയത്. ഇതിന് കാരണമുണ്ട്. മുജ്തബ അധികാരം ഏറ്റെടുത്തുവെങ്കിലും ഇറാന്റെ നയം മാറിയിട്ടില്ല. പിതാവ് ഖമേനിയുടെ ചെയ്തികൾ ആവർത്തിച്ചു. തുടർന്നു ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചായിരുന്നു തന്റെ അധികാര ആരോഹണം മുജ്തബ ആഘോഷിച്ചത്. അതിനാൽ തന്നെ പിതാവ് ഖമേനിയോടുള്ള അതേ നയം ഇസ്രായേൽ കോപ്പി പേസ്റ്റ് ചെയ്ത മകൻ മുജ്തബയ്ക്കും ചുമത്തുകയാണ്. ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ അധികാരം ഏറ്റെടുത്ത ഉടൻ യുദ്ധം മുറുക്കുകയാണ്. ഇസ്ലാം പുണ്യഭൂമിയായ സൗദിയെ ഘോരമായി ആക്രമിച്ച ഇറാൻ 5 പേരെ വധിച്ചു. ഇന്ത്യക്കാർക്ക് പരിക്ക്. ബഹ്റൈനിൽ എണ്ണപ്പാടത്തിന് ഇറാൻ തീട്ടു. ഇന്ത്യക്കാർ സൗദിയിൽ മരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മലയാള മാധ്യമങ്ങളിൽ ചിലത് സൗദിയിൽ ഇന്ത്യക്കാർ കൂട്ടമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്നത് സൗദിയിൽ ഇന്ത്യക്കാർ ആരും മരിച്ചിട്ടില്ല എന്നാണ്. ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ വെള്ളം കുടിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാടിയ സമുദ്രജല ശുദ്ധീകരണ ശാലകൾക്ക് നേരെയും ആക്രമണം. കടൽ ജല പ്ലാന്റുകൾ തകർത്താൽ ഗൾഫിൽ കുടിവെള്ളം കിട്ടില്ല. ഭൂഗർഭജലമില്ലാത്ത ഗൾഫിൽ ഇത് വലിയ പ്രയാസമുണ്ടാക്കും. ഞായറാഴ്ച ബഹ്റൈനിലെ സമുദ്രജല ശുദ്ധീകരണി ഇറാനും ആക്രമിച്ചു. ഇറാനിലെ ആക്രമണം നോക്കിയാൽ കഴിഞ്ഞ രാത്രി ഇസ്രായേൽ പോർവിമാനങ്ങൾ ഇറാനിലുടനീളം ബോംബിട്ടു. വീണ്ടും ഇറാന്റെ ഓയിൽ ശാലകൾ ഇസ്രായേൽ കത്തിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും പരിസരത്തുമുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ടെഹ്റാൻ, ആൽബ്രോസ് എന്നിവിടങ്ങളിലായുള്ള 4 എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ ഉൽപാദനവും വിതരണം നടത്തുന്ന ഒരു കേന്ദ്രം എന്നിവയാണ് ആക്രമിച്ചത്. ഇതേ തുടർന്ന് ടെഹ്റാനിലെ ഇന്ധന വിതരണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഇറാനിലെ ടെഹ്റാനിൽ കരി മൂടി നിൽക്കുന്നു. പകൽ പോലും ആകാശത്തെ എണ്ണ കത്തിയ പുക മൂലം സൂര്യ വെളിച്ചം കുറവാണ്. നഗരം മുഴുവൻ എണ്ണ കത്തിയ മണം. ഇതിനിടെ ടെഹ്റാനിൽ പെയ്ത മഴയിൽ കരിയോയിൽ വെള്ളമായിരുന്നു വീണതെന്നും റിപ്പോർട്ടുകൾ. ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ ഇറാന്റെ പുതിയ ഭരണമാറ്റത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ US സംയുക്താക്രമണത്തിന്റെ 9ാം ദിവസം ഇറാനിലുടനീളം ലക്ഷ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഭരണകൂടത്തിന് ഒളിച്ചിരിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലമില്ല എന്ന് സമീർ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ എവിടെയും ബെയ്റൂട്ടിലും മറ്റൊരിടത്തും ഇറാനിയൻ ദുഷ്ടതയുടെ ആയുധങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും ഇസ്രായേൽ നേതാവ് സമീർ വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണം തുടർന്നു. ദിവസം മുഴുവൻ ഇസ്രായേലിന് നേരെ 9 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തി. രാജ്യത്തുടനീളം സൈറണുകൾ മുഴക്കി. ദശലക്ഷക്കണക്കിന് ആളുകളെ അഭയം തേടാൻ ആവർത്തിച്ച് അയച്ചു. ഇതിനിടെ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാന്റെ ചില നേതാക്കളെ വധിച്ചു. ലബനനിലെ ബെയ്റൂട്ടിൽ രാത്രിയിൽ ഇസ്രായേൽ നാവികസേന നടത്തിയ ആക്രമണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഓഫീസർമാരെ വധിച്ചു. ഇറാന്റെ ഖുദ്സ് ഫോഴ്സിന്റെ 5 കമാൻഡർമാരെയും കൊലപ്പെടുത്തിയതായി IDF പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.